ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 6th പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു, തകർച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനും ഒക്കെ ആയിട്ട് അന്ന് തൊട്ടേ എനിക്ക് വയ്യായിരുന്നു. അങ്ങനെ 8th എനിക്ക് തലകറക്കവും അങ്ങനെ തലവേദന അങ്ങനെ വളരെ പ്രശ്നങ്ങളായിരുന്നു. ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഞാൻ വിഷമിച്ചു. 9th എനിക്ക് തീരെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി. ക്ലാസ്സിൽ പോകുന്നന്ന് തന്നെ ഒരു 11 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ, ദേശമുള്ള ഡോക്ടേഴ്സിനെ മുഴുവൻ കാണിച്ചു. പക്ഷെ അവരൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല എനിക്ക് എന്താ പ്രശ്നമെന്ന്. ഞാൻ തല ഇറങ്ങി കിടക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ മുഖമൊക്കെ അള്ളിപ്പറിക്കുമായിരുന്നു. അതുപോലെ വളരെ എൻ്റെ പപ്പായും മമ്മിയും ഭയങ്കര വിഷമിച്ചു. ഞാൻ കാരണം എൻ്റെ വീട് ഒത്തിരി സഫർ ചെയ്തു, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. +1 ആയപ്പം ഞാൻ ഒട്ടും ക്ലാസ്സിന് പോകാതായി. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാൻ തുടങ്ങി. എനിക്ക് ഇതെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ കൂടി. ഞാൻ അങ്ങ് വല്ലാതായി. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തയായി. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടെയും ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സാധാരണ EEG അരമണിക്കൂർ എടുക്കുന്നത് എനിക്ക് ഒരു നൈറ്റ് ഫുൾ എടുത്തു. മൈഗ്രെയിൻ ആയിരിക്കുമെന്ന് അവർ ഒരു സംശയം പോലെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. വളരെ വിഷമിച്ചായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ രോഗത്തിനൊരു കുറവുമില്ല. ഞാൻ ക്ലാസ്സിൽ പോയാൽ മയങ്ങി വീഴും, അവിടുന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. മമ്മി ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയിരുന്നു. അവർ അതുപോലെ വല്ലാതെ ഹാർഷായിട്ട് സംസാരിച്ചു. ഇനി എന്നെ അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. എൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യതയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എൻ്റെ പപ്പായും മമ്മിയും TV പ്രോഗ്രാംസ് കാണുമായിരുന്നു, ക്രൂസൈഡ്സ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവർക്ക് അങ്ങനെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യേശുക്രിസ്തു വിടുവയ്ക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രേയറിനൊന്നും പോകുന്നതിനോട് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു. എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പപ്പ പറഞ്ഞു, പ്രേയറിന് ഞാൻ പോകുന്നുണ്ട്, ഇതുപോലെ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തോ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മീറ്റിങ്ങിന് വന്നു. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് കൈ കൊട്ടുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷേ എന്തോ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ കൈ അടിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ എനിക്ക് കർത്താവ് വലിയ സന്തോഷത്താൽ എന്നെ നിറച്ചു, അവൻ്റെ സ്നേഹത്താൽ എന്നെ നിറച്ചു. ആ ആരാധന മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി കർത്താവിനെ തൊട്ടു. ആ സമയത്ത് പപ്പ ഒരു വിഷൻ കണ്ടു. 3 വികൃത രൂപങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടു. ആ നിമിഷം തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. പക്ഷെ ഇന്ന് വരെ, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ രോഗത്തിൽ നിന്ന് കർത്താവിനെ പൂർണ്ണ വിടുതൽ തന്നു.